ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഈ ഒരു വർക്കൗട്ട് ചെയ്യുന്നത് ഈ ഒരു ബീഡ്സിൻ്റെ വർക്കാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ചുരിദാറിൻ്റെ സ്ലീവിലും സ്ലിറ്റിലും നെക്കിലൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നൊരു വർക്കാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നൊരു വർക്കാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്ത് നോക്കാം കേട്ടോ. നമ്മൾ ആദ്യം തന്നെ ഈ ഒരു ലേസ് നമ്മളൊന്ന് പിടിപ്പിച്ച് കൊടുക്കാം കേട്ടോ. സ്റ്റോണിൻ്റെ ഒരു ചെയിൻ പോലുള്ള ലേസാണ് അത് വരുന്നത്. നമുക്ക് നന്നായിട്ട് സൂചി നൂലും വെച്ചിട്ട് നല്ല ഉറപ്പിൽ തുന്നി കൊടുക്കാം കേട്ടോ. നമ്മളിത് നമ്മുടെ സ്ലീവിലായാലും സ്ലിറ്റിലായാലും നമ്മൾ അരിയൊക്കെ അടിച്ചതിന് ശേഷമായിട്ട് ഈ ഒരു വർക്ക് ചെയ്യുന്നത്. നമുക്ക് ഇനി ഒരു വൈറ്റ് കളറ് ഷുഗർ ബീഡ് ഈ ഒരു ഷേപ്പിൽ നമ്മൾ തുന്നി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ലേസ് ആദ്യം പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു ഷുഗർ ബീഡ് വൈറ്റ് കളറ് തുന്നി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ഷേപ്പിലാട്ടോ നമ്മൾ തുന്നുണ്ട്. നമുക്കിത് ചെയ്യാനായിട്ട് 3 വൈറ്റ് കളറ് ഷുഗർ ബീഡ് എടുക്കുക. അവസാനം ഇട്ട ബീഡിൻ്റെ ഉള്ളിൽ കൂടെ സൂചി കയറ്റി കൊടുക്കുക കേട്ടോ. ബാക്ക് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. 3 വൈറ്റ് കളറ് ഷുഗർ ബീഡ് എടുക്കുക. അവസാനത്തെ ബീഡിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ കയറ്റി കൊടുക്കുന്നത്. ഈ ഒരു വർക്ക് കഴിഞ്ഞാൽ നമ്മൾ വയലറ്റ് കളറ് കട്ട് ബീഡാണ് എടുത്തുകൊണ്ട് മൈക്രോ കട്ട് ബീഡായിട്ട് എടുത്തുകൊണ്ട് 3 വയലറ്റ് കളറ് ബീഡ് എടുത്തിട്ടുണ്ട്. അത് നമ്മളൊന്ന് ലീഫിൻ്റെ ഷേപ്പിൽ തുന്നി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു വൈറ്റ് കളർ ബീഡ് ഈ ഒരു ഷേപ്പിൻ്റെ 2 സൈഡിലും നമ്മൾ ഈ ഒരു വയലറ്റ് കളറ് തുന്നി കൊടുക്കുകയാണ് ചെയ്യുന്നത്. വൈറ്റ് കളറിൻ്റെ 2 ഭാഗത്തും നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലീഫ് പോലെയാണ് ചെയ്യുന്നത്. 3 വയലറ്റ് കളർ ബീഡ് എടുക്കുക, ഒന്ന് ചെരിച്ചൊന്ന് കുത്തി കൊടുക്കുക, അത്രേ വേണ്ടൂ കേട്ടോ. വൈറ്റ് കളർ 3 കളറ് വയലറ്റ് കളറ് ബീഡ് എടുക്കുക, ഒന്ന് ചെരിച്ച് കുത്തി കൊടുക്കുക കേട്ടോ. ഒരു സൈഡിൽ തന്നെ 2 പ്രാവശ്യം നമ്മളങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഈ ഒരു വർക്ക് കഴിയാറായിട്ടുണ്ട് കേട്ടോ. നമുക്കിത് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ് കേട്ടോ. നമുക്ക് നെക്കിലായാലും സ്ലീവിലായാലും ഒക്കെ നമുക്ക് ഇങ്ങനത്തെ ഒരു വർക്ക് ചെയ്ത് കൊടുക്കാം. ഈ മൈക്രോ കട്ട് ബീഡ്സ് നമുക്ക് ഡാർക്ക് ഷേപ്പിൽ പല വെറൈറ്റീസ് നമുക്ക് കിട്ടും കേട്ടോ. നമുക്ക് ഡ്രസ് മാച്ച് അനുസരിച്ച് ഈ ഒരു ബീഡ്സൊക്കെ വാങ്ങിച്ചിട്ട് നമുക്ക് പിന്നെ തുന്നി കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഭംഗിയായിരിക്കും. ഇങ്ങനെയാണ് നമ്മുടെ വർക്ക് വരുന്നത്. നമുക്കിതിൽ വേണമെങ്കിൽ ഇനി നമുക്ക് കുറച്ച് സീക്വൻസ് ഒക്കെ ഒട്ടിച്ച് കൊടുത്ത് കുറച്ചും കൂടെ ഭംഗി വരുത്താം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് സീക്വൻസും കൂടെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയാണ് നമ്മളൊരു ഫൈനൽ ലുക്ക് വരുന്നത്. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം കേട്ടോ.